This is fun, man. This is guys, ഞാനേ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ടൈറ്റിൽ റെഡി ചെയ്തതുപോലെ തന്നെ പുതിയ KTM ഡ്യൂക്ക് 350 പറ്റിയാണ്. ഇപ്പോൾ എല്ലാ 400cc 350cc ആയിട്ട് കുറച്ചു. ബിക്കോസ് ടാക്സ് ബെനിഫിറ്റ് കിട്ടാനായിട്ട് 350cc മേലുള്ള വണ്ടികൾക്ക് ഇപ്പോൾ 40% ടാക്സാണ് അട്രാക്ട് ചെയ്യുന്നത്. 350cc താഴെയുള്ള വണ്ടികൾക്ക് വെറും 18% ഉള്ളൂ. സോ അതും മുൻകൂട്ടി കണ്ടിട്ട് ബജാജ് അവരുടെ ട്രയംഫ്, KTM എന്തിന് ഈവൻ അവരുടെ NS 400 ഡോമിനാർ 400 ഡൗൺ സൈസ് ചെയ്തിട്ട് 350cc ആക്കി. അപ്പോൾ അതുപോലെ തന്നെ 350cc ഒരു വണ്ടിയാണ് നമ്മുടെ KTMൻ്റെ ഡ്യൂക്ക് 390. ബട്ട് KTM ചെയ്തൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 398 അലോങ് സൈഡ് വെച്ചിട്ടാണ് 350 ഇറക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 398 മേടിക്കാം. അതിനിപ്പോൾ ഒരു പുതിയ പേരിട്ടാണ് വിളിക്കുന്നത്, KTM ഡ്യൂക്ക് 390R എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഇരിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് KTM ഡ്യൂക്ക് 390, വിച്ച് മീൻസ് ഇത് 350cc വണ്ടിയാണ്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ 349cc വണ്ടിയാണ്. പവർ കുറവുണ്ട്, ടോർക്ക് കുറവുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് ത്രൂ ഔട്ട് ഈ വീഡിയോ ഞാൻ പറഞ്ഞുതരാം. ഈവൻ ഓൺ റോഡ് പ്രൈസിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അതും എത്രയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു 18% വേഴ്സസ് 40%. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും ഓൺ റോഡ് പ്രൈസിൽ കാണാൻ പറ്റും. സോ വണ്ടി എന്താ പറയുക, ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു കളർ, ഈ ഒരു അറ്റ്ലാന്റിക് ബ്ലൂ നേരത്തെ ഡ്യൂക്ക് 250 ഉണ്ടായിരുന്നു. ഞാൻ ആ 250യുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് പേര് ചോദിച്ചു, ബ്രോ ഒരു കളർ 250 ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു കളർ നിർത്തി. 350ക്ക് നമുക്ക് ഏകദേശം 3 or 4 കളേഴ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 390 അതായത് ആറിന് നമുക്ക് ഓറഞ്ച് ട്രെലസ് ഫ്രെയിം ആയിരിക്കും വരുന്നത്. ബാക്കി എല്ലാ മോഡലുകൾക്കും നമുക്ക് ബ്ലാക്ക് ഔട്ട് ട്രെലസ് ഫ്രെയിം ആയിരിക്കും വരുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ്. എലഞ്ചി മാറ്റി കഴിഞ്ഞാൽ വേറൊരു മാറ്റില്ല, എല്ലാം സെയിം ആണ്. നോക്കൂ, അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫ്രണ്ടിൽ കാണാം. ലെഫ്റ്റ് സൈഡ് കംപ്രഷനും റൈറ്റ് സൈഡ് 5 സ്റ്റെപ്പ് റീബൗണ്ടും ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് വണ്ടിക്ക് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, നമുക്കത് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൂടാണ്ട് ഇവിടെ ഒരു ഫേവറേറ്റ് ബട്ടൺ വരുന്നുണ്ട്. അത് ഐ തിങ്ക് സെക്കൻഡ് അപ്ഡേറ്റിൽ അവർ കൊണ്ടുവന്നതാണ്. അതാ ഞാൻ പറഞ്ഞത് 390R വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു വ്യത്യാസമില്ല ഇൻ ടേംസ് ഓഫ് ടെക് ആയാലും മറ്റു പല കാര്യങ്ങൾ. ഈവൻ ടയേഴ്സ് പോലും അടിപൊളി അപ്പോളോ ആൽഫ H1 ആണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഒരു കോംപ്രമൈസ് അവർ ചെയ്തിട്ടില്ല. അവർ ആ ചെയ്ത കോംപ്രമൈസ് എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിനാണ്. ഇതിനെ പറ്റി സംസാരിക്കണം. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 398cc 349 ആക്കി ഞാൻ ആദ്യം പറഞ്ഞു. സോ 4950cc കുറവ് വന്നു. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ പവറിൽ കുറവുണ്ട്. പ്രീവിയസ്ലി 46 bhp ആയിരുന്നു. അതിൽ നിന്ന് ഏകദേശം 41 ആയിട്ട് ഐ തിങ്ക് 40 സംതിങ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എക്സാക്ട് ഫിയർ ഞാൻ സൈലറ്റ് കാണിച്ചു തരാം. ഒരു ടോർക്കിൽ നല്ല കുറവുണ്ട്. പ്രീവിയസ്ലി 36 Nm എങ്ങാണ്ടായിരുന്നു, അതിൽ നിന്ന് ഇപ്പോൾ 33 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ സിഗ്നിഫിക്കൻറ്റ് ഡ്രോപ്പാണ് പവറിലും ടോർക്കിലും ഉണ്ടായിരിക്കുന്നത്. മേറ്റ് 2A 6-speed ഗിയർ ബോക്സ് ആണ്. നമുക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. KTM അതിനെ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫും ചെയ്യാൻ പറ്റും കൺസോള്. അത് കൂടാണ്ട് ടെക് വൈസ് നോക്കുകയാണെങ്കിൽ അപാര ഫീച്ചറാണ് കേട്ടോ. വണ്ടിക്ക് ഞാൻ പറഞ്ഞ 2 റൈഡ് മോഡ് വരുന്നുണ്ട്, കാരണം വണ്ടി റൈഡ് ബൈ വയർ ആണ് ഓഫ് കോഴ്സ്. അത് കൂടാണ്ട് ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓണും ചെയ്യാം, ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ക്രൂസ് കൺട്രോൾ ഞാൻ പറഞ്ഞു. അത് നിങ്ങൾക്ക് ആക്ച്വലി ക്രൂസ് കൺട്രോളും ആക്കാം, സ്പീഡ് സെറ്റോ അങ്ങനെ എന്തോ സാധനമുണ്ട്. അത് എന്താണെന്ന് എക്സൈറ്റ് താഴെ ഇടാം. പിന്നെ ഫീച്ചർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. അത് കൂടാണ്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. പിന്നെ മ്യൂസിക് കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള സകലമായ ഫീച്ചറും ഈ ഒരു കൺസോളുണ്ട്. നമുക്ക് ആക്ച്വലി റൈഡ് മോഡ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈ ഒരു കൺസോളും ചെറിയ വ്യത്യാസം ഉണ്ടാകും. ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി മിനിമൽ ആയിട്ടുള്ള കൺസോളായിട്ട് മാറും. നിങ്ങൾക്ക് കാണാൻ പറ്റും. ABS വേണമെങ്കിൽ നമുക്ക് റോഡ് ഇടാം, സൂപ്പർ മോഡ് ഇടാം. അത് OBS എല്ലാവർക്കും അറിയാമല്ലോ. അതായത് റിയർ ചാനൽ ABS നമുക്ക് കംപ്ലീറ്റ്ലി ഡിസെൻഗേജ് ചെയ്യാനായിട്ട് പറ്റും. വണ്ടി വെൽ പാക്ഡ് ആട്ടോ. ഞാൻ പറഞ്ഞു ഫ്രണ്ടിലേക്ക് നോക്കി ആ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള USD4 WP Apex USD4 കൊണ്ടുവന്നു. 320mm ലൈറ്റ് വെയിറ്റ് ഡിസ്ക് കൂടെ കൊണ്ടുവന്നു. അൺസ്പ്രങ് മാസ് കുറയ്ക്കാനായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വീൽസാണ്. അൺസ്പ്രങ് മാസ് കുറയ്ക്കാനായിട്ടാണ്. കർവ്ഡ് ആയിട്ടുള്ള റേഡിയേറ്റർ ഉണ്ട് ഫോർ ബെറ്റർ കൂളിംഗ്. പിന്നെ ആ ഒരു എക്സോസ് കാണാം, അണ്ടർബിൽഡ് എക്സോസ്. പിന്നെ എന്താ പറയുക, ആ ട്രെലസ് ഫ്രെയിം അതിപ്പോൾ സ്പ്ലിറ്റ് ആണ്. നമുക്ക് ബാക്കിൽ വരുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് സ്റ്റീലായിരുന്നു, ഇപ്പോൾ അലുമിനിയം സബ് ഫ്രെയിം ആണ് പിന്നിൽ വരുന്നത്. പിന്നെ ഒരുപാട് ക്വാളിറ്റി വൈസ് ഒക്കെ പറഞ്ഞോട്ടോ വണ്ടി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷ് സർട്ടൺ ഏരിയാസ് ഒരുപാട് പാനൽ ഗ്യാപ്പ് ഒക്കെ തോന്നും. ബട്ട് ഈ ഒരു പ്രൈസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ.
അതൊന്നും ബോദർ ചെയ്യില്ല. ബാക്കിലാണെങ്കിൽ നമുക്ക് വലിയ എയർ ബോക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഷോക്ക് കുറച്ചൊന്ന് റൈറ്റ് സൈഡിലേക്ക് ആക്കി ആ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള WP Apex-ന്റെ ഷോക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒരു ബനാന ഷേപ്പ് സ്വിംഗാം ഫ്രെയിം അടക്കം മാറില്ല. അപ്പോൾ സ്വിംഗാം മാറ്റി നല്ല രസമായിട്ട് സ്വിംഗാം കാണാനായിട്ട്. പിന്നെ ബാക്കിൽ ഒരു 240mm ഡിസ്ക് കാണാം. ഞാൻ പറഞ്ഞു റിയറിൽ ABS കൊണ്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, ട്രക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാം. പിന്നെ ബാക്കിൽ ഒരു 150 സെക്ഷൻ അപ്പോളോ ആൽഫ H1 ആണ്. ഫ്രണ്ടിലാണെങ്കിൽ അപ്പോളോ ആൽഫ H1 110 സെക്ഷൻ ടയറുമാണ്. ടയറിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഈ ജെന്നിൽ വന്ന ഏറ്റവും വലിയ മാറ്റം ഇതൊന്നുമല്ല, വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് ആണ്. പ്രീവിയസ്ലി 820 ഉണ്ടായിരുന്ന 390 ഇപ്പോൾ സീറ്റ് ഹൈറ്റ് കുറഞ്ഞിട്ട് വെറും 800 mm ആയിട്ട് കുറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഫ്ലാറ്റ് ഫുഡ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ 820 ആക്കാം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സീറ്റ് വേറെ മേടിച്ചു തരേണ്ടി വരും. സീറ്റ് കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സീറ്റ് കിട്ടും. സോ നിങ്ങൾക്ക് 820 ആയിട്ട് കൂട്ടാനായിട്ട് പറ്റും. കാരണം ഹൈറ്റ് ഉള്ളവർ ഈ വണ്ടി ഇരിക്കുമ്പോൾ കുറച്ച് പ്ലങ്ങെന്ന് ഇരിക്കുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ മെറ്റാലിക് ആയിട്ടുള്ള ടാങ്ക് കാണാം. ഞാൻ പറഞ്ഞു അറ്റ്ലാന്റിക് ബ്ലൂ ഷെയ്ഡാണ്, നല്ല രസമുണ്ടോ കാണാനായിട്ട്. പിന്നെ അങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ 390യുടെ വിശേഷം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊന്ന് ഓടിക്കാം, എന്നിട്ട് 398 ഇതും തമ്മിൽ ഓടിച്ചിട്ട് വന്ന വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. കുറേയൊക്കെ ഒബിയസ് ആണ്, നിങ്ങൾ കേട്ട് കാണും. വണ്ടി 0 to 100 ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെർഫോമൻസിൽ 1 സെക്കൻഡ് വണ്ടി സ്ലോവറാണ്. ഓളായി എക്സോസിനോടൊന്നും വ്യത്യാസമില്ല കേട്ടോ, സെയിം എക്സോസിനോട്ട് തന്നെയാണ് വണ്ടിക്ക് വരുന്നത്. വാവ്, പെട്ടെന്ന് അറിയുന്നൊരു ഡിഫറൻസ് എന്താണെന്നറിയോ? ഇവൻ ഐഡലിങ്ങിൽ വൈബ്രേഷൻ ലെവൽസ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസ് എന്ന് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ശ്രദ്ധിച്ചത് വണ്ടി ഞാൻ ആക്ച്വലി 2 മോഡാണ് പറഞ്ഞത് കേട്ടോ, സ്ട്രീറ്റും ട്രാക്കോ പറഞ്ഞത്. ആക്ച്വലി 3 ഉണ്ട്, റെയിനും കൂടി ഉണ്ട്. നമ്മൾ റെയിനിലും സ്ട്രീറ്റിൽ ഇട്ടാൽ മാത്രമേ ഈ ഒരു ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുള്ളൂ. അത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു. ട്രാക്ക് മോഡ് ഇട്ട് കഴിഞ്ഞാൽ ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യില്ല. അത് ഞാനിപ്പോൾ ശ്രദ്ധിച്ചു. ആ ഒരു ഓപ്ഷൻ ഡിസേബിൾ ആയി പോകും. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലോഞ്ച് കൺട്രോൾ എനേബിൾഡ് ആണ്. അത് നിങ്ങൾ മേടിച്ച് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് സർവീസ് കഴിയണം, എന്നാലേ എനേബിൾഡ് ആവുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതിന് മുന്നേ 390 ഓടിച്ചിട്ടില്ല, ഐ മീൻ ജെൻ 3 390 ഓടിച്ചിട്ടില്ലെങ്കിൽ ഓണസ്റ്റ് ആയിട്ട് പറയാലോ, ആ ഒരു ഡിഫറൻസ് അറിയാനേ പറ്റില്ല. സ്ഥിരം ഓടിക്കുന്ന ഒരാൾക്കും റിവ്യൂവേഴ്സിനും മാത്രമേ ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു 0 to 100 ഒക്കെ 1 സെക്കൻഡ് കുറഞ്ഞു. ആരാണ് ഡെയിലി 0 to 100 ഒക്കെ ചെക്ക് ചെയ്യുന്നത്? വണ്ടി സ്റ്റിൽ ഫാസ്റ്ററാണ്. 41 bhp എന്ന് പറയുന്നത് ഒരു ജോക്കല്ല. വണ്ടി നല്ല ഫാസ്റ്ററാണ്, വണ്ടി നല്ല അഗ്രസീവാണ്. ഇത് കണ്ടോ, വലിച്ചെടുത്തിട്ട് പോകണുണ്ടോ? അത് ഇപ്പോഴും ഉണ്ട്. വണ്ടി നല്ല പവർഫുള്ളാണ്, അത് ശ്രദ്ധിക്കുക. സോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ നല്ല വൈബ് സ്ഥലം. പിന്നെ സസ്പെൻഷൻ സെറ്റിങ്സ് പഴയ പോലെ തന്നെയാണ്, അതിലൊന്നും മാറ്റില്ല. വണ്ടി സ്റ്റിൽ സ്റ്റിഫറാണ്, ഫ്രണ്ട് നല്ല സ്റ്റിഫറാണ്. ഈ ഒരു സസ്പെൻഷൻ ഞാനിപ്പോൾ കംപ്രഷൻ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും എനിക്ക് എല്ലാം ഫീൽ ചെയ്യാം. എല്ലാവരും ചെറിയ അടി വരെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ, അത് ഞാൻ അങ്ങനെ പറയുള്ളൂ. അതൊരു ദോഷമായിട്ട് ഞാൻ പറയില്ല. ബ്രേക്കിംഗ് ഒക്കെ പഴയ ആ ഒരു ഷാർപ്പ് ബ്രേക്കിംഗ് തന്നെയാണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇതിൽ വണ്ടിയുടെ വൈബ്രേഷൻ ലെവൽ ഞാൻ പറഞ്ഞു നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു 4500 കിട്ടുന്ന ആ ഒരു പുള്ളില്ലേ, ആ ഒരു വലിച്ചെടുത്തുള്ള സാധനം, അതിപ്പോൾ കിട്ടുന്നത് 6000 RPM-ലാണ്. ലോഞ്ച് കൺട്രോൾ ആക്ടിവേറ്റ് ആണെങ്കിൽ വണ്ടി ട്രാക്ക് മോഡ് ഇടണം, എന്നാലേ നമുക്ക് ലോഞ്ച് കൺട്രോൾ ഇടാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും കാത്തിരുന്ന ന്യൂസ്, വണ്ടിയുടെ പ്രൈസ്. പ്രൈസിൽ നല്ല കുറവുണ്ട്. പ്രീവിയസ്ലി ഡ്യൂക്ക് 398 വന്നുകൊണ്ടിരുന്നത് 4,51,000 രൂപയാണ്. ഇവിടെ ആലുവയിൽ ഓൺ റോഡ് പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. അപ്രോക്സിമേറ്റ് പ്രൈസാണ് പറയുന്നത്, കൃത്യം 450,000 ഇപ്പോൾ പ്രൈസ് ഏകദേശം 90,000 രൂപ കുറഞ്ഞിട്ട് 3,60,000 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി നിങ്ങൾക്ക് 3,60,000 സ്വന്തമാക്കാം. അത് എപ്പോഴാണ് വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡ്യൂക്ക് 250 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഡ്യൂക്ക് 250ക്ക് ആക്ച്വലി ഓൺ റോഡ് പ്രൈസ് വരുന്നത് 2,90,000 രൂപ എങ്ങാണ്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ വെറും ഓൾമോസ്റ്റ് 65,000 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. ആ 65,000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കിട്ടണമെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പക്ക വേർത്തെന്ന് ഞാൻ പറയുള്ളൂ. ഡ്യൂക്ക് 250 ഒക്കെ എടുക്കാൻ പറ്റുമെന്നുള്ള സ്കീമിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതിനകത്തേക്ക് ജമ്പ് ചെയ്യുക. ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. ഇപ്പോഴും സ്റ്റിൽ ആ ഒരു അഗ്രഷനൊക്കെ ഉണ്ട്, ബട്ട് കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്ത പോലെ തോന്നണം. ആ ഒരു DNA ഉണ്ടല്ലോ 390-യുടെ, അത് ഇപ്പോഴും ഉണ്ട്. ഒന്ന് കാമറായെന്നേ ഉള്ളൂ വണ്ടി. കണ്ടോ ഈ ഒരു RPM ഉണ്ടല്ലോ,
3500 തൊട്ട് 7000 RPM എൻ്റെ മോനെ ഭയങ്കര സ്വീറ്റ് സ്പോട്ടാണ് വണ്ടിയുടെ, ഒരു രക്ഷയില്ലെന്നേ പറയാനുള്ളൂ. എനിക്ക് ഒരു പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, അതായത് നമ്മുടെ പഴയ 398 ഓടിക്കുമ്പോഴത്തേക്കും ഈ വണ്ടി ഒന്ന് കുറച്ച് അക്രമം കുറച്ചായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് കാമായിരുന്നെങ്കിൽ എന്ന് ഒരു പ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പുള്ളൊക്കെ ഒന്ന് ജെൻറ്റിലായിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ ഒരു ക്യാരക്ടറാണ് ഈ ഒരു ഡ്യൂക്ക് 350 എനിക്ക് കാണാനായിട്ട് പറ്റിയത്. വണ്ടി അത്യാവശ്യം ജെൻറ്റിലാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണ് അഗെയിൻ വണ്ടി ഇപ്പോഴും പവർഫുൾ ആണ്. 41 bhp എന്ന് പറയുന്നത് ഒരു ജോക്കല്ല, നല്ല പവറുണ്ട് വണ്ടിക്ക്. വണ്ടി നന്നായിട്ട് വലിച്ചെടുത്തുകൊണ്ട് പോകും. ഞാൻ പറയുന്നത് 390 ഓടിച്ചവർക്ക്, 398 ഓടിച്ചിട്ട് അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ട്. അതായത് ഈ പുള്ളിച്ചൊന്ന് കുറഞ്ഞായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് കാമറായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു 350 എന്ന് പറയുന്നത്. വണ്ടി ആ ഒരു ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അത് ശരിക്കും നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് മൈലേജിൽ 5% ഇൻക്രിമെൻറ്റ് ഉണ്ടെന്നാണ് ബജാജ് പറയുന്നത്. സോ ഒരു 1, 2, 3 കിലോമീറ്റർ എക്സ്ട്രാ കിട്ടിയാൽ കിട്ടി. നമുക്ക് ആക്ച്വലി 30 ലിറ്ററോ 30.5 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഞാൻ കൃത്യമായിട്ടുള്ള താഴെടാം. സോ നല്ലൊരു ഫ്യൂവൽ റേഞ്ചും മൈലേജും ഇപ്പോൾ കിട്ടുന്നുണ്ട്. സീ ദാറ്റ് ഫുൾ മാൻ, കണ്ടോ? വലിച്ചെടുത്തുകൊണ്ടുള്ള സാധനം ഉണ്ടല്ലോ, അതായത് നമ്മുടെ സോള് വലിച്ചെടുത്തുകൊണ്ടുള്ള ഒരു ഫീൽ ഉണ്ടോ? പഴയ 390 ഓടിച്ചിട്ടുള്ളതൊക്കെ അറിയാൻ പറ്റും. ആ ഒരു ഫീല് പോയിട്ട് വളരെ ലീനിയറായിട്ട്, അതായത് വളരെ കാമറായിട്ടാണ് ഇപ്പോൾ വണ്ടി ആ ഒരു പുള്ള് ഹാൻഡിൽ ചെയ്യുന്നത്. അത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഒരു തരത്തിലും പേടിച്ചില്ല. ഞാൻ എങ്ങനെയാണ് ഇരുന്നത് വെച്ചാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യണം ആ ഒരു പുള്ളെന്ന് പറയുന്നത്. നേരത്തെ 390 എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ലായിരുന്നു. ബം. പിന്നെ ഗിയർ ബോക്സ് പറയണം. ഗിയർ ബോക്സ് ഫസ്റ്റ് ടൈം ഓടിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്ന് ഭയങ്കര ഹാർഡായിട്ട് തോന്നിയേക്കാം. അത് ഹാർഡല്ല, അത് അത്യാവശ്യം നല്ലൊരു ഗിയർ ബോക്സ് ആണ്. ഓരോ ഗിയറിലേക്ക് ഇടുന്നത് നല്ല എടുത്തെടുത്ത് അറിയാനായിട്ട് പറ്റും. മാൻ, ദിസ് ഇസ് സോ അഡിക്റ്റീവ്. വണ്ടി ഇപ്പോഴാണൊന്ന് എന്താ പറയുക മെച്യൂർഡായത്. യെസ്, ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് വണ്ടി അവസാനം മെച്യൂർഡായി എന്ന് പറയാം. നിങ്ങളൊരു 25+ ഉള്ള ഒരാളാണ്, നിങ്ങൾക്കൊരു മെച്യൂർഡായിട്ടുള്ള വണ്ടി വേണം. ബട്ട് സ്റ്റിൽ ആ ഒരു പവർ വേണം, ആ ഒരു പഴയ റോക്കിംഗ് പവർ വേണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് ഉണ്ട്. 200 ആ ഒരു ഫ്ലിക്ക് ഉണ്ടല്ലോ, അതാണ് ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഷാസിയൊക്കെ അടിപൊളിയാണ്, നല്ല ഫ്ലിക്കബിളാണ്. ബട്ട് ഈ ഒരു വണ്ടിയുടെ വെയിറ്റൊക്കെ നന്നായിട്ട് ഓവർ കൂടിയിട്ടുണ്ട്. ഒന്ന് പാടും ഞങ്ങൾക്കൊരു 40 ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഡൗൺ അടച്ചിറക്കാവുന്നതാണ്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ഇവിടെ KTM ആലുവയിൽ അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ ഷുവറായിട്ടും ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് എടുക്കേണ്ട ഒരു വണ്ടി തന്നെയാണ് ഡ്യൂക്ക് 350. അഭിപ്രായം കേട്ടിട്ട് പോയി എടുക്കാണ്ടിരിക്കുക. നിങ്ങൾ 390 ഇതും കൂടി പോയി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. എന്നിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടെ അത് ചൂസ് ചെയ്യുക. പിന്നെ ഗൈസ്, ഞാൻ ശ്രദ്ധിച്ചാണ് വണ്ടിക്ക് ചെറിയൊരു ക്രോളിംഗ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഐ തിങ്ക് ബജാജ് അവരുടെ ട്രയംഫിലും KTMലും എല്ലാത്തിലും കൊണ്ട് ക്രോളിംഗ് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. പ്രീവിയസ്ലി സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഇത് നമ്മുടെ സ്ക്രാംബ്ലറിനൊക്കെ, അത് മാറ്റാനായിട്ട് ക്രോളിംഗ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഹോൺ അടിക്കുമ്പോൾ കുറേ ബട്ടൺ ഉണ്ടല്ലോ ഇവിടെ. ഹോണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഇൻഡിക്കേറ്ററിൽ കയറി ഞെക്കി, ഈ ഒരു ഫേവറേറ്റ് സ്വിച്ചിൽ കയറി ഞെക്കി, ക്രൂസ് കൺട്രോൾ ബട്ടണിൽ കയറി ഞെക്കി, അവസാനമാണ് ഹോൺ ബട്ടൺ. ഹോണിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി ഇതാണ് ബട്ടൺ എന്ന്. ഗായ്സ്, ഞാനേ ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഹാവ് ടു ബിൻ ഐദർ റെയിൻ ഓർ സ്ട്രീറ്റ്, എന്നാലേ ക്രൂസ് കൺട്രോൾ വർക്കാവുള്ളൂ. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രൂസ് കൺട്രോൾ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇതിവിടെ ബട്ടൺ കണ്ടോ, ഈ ഒരു ഹസാറിൻ്റെ നെക്സ്റ്റ് ഒരു ബട്ടൺ ഉണ്ട്, ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുക. അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ക്രൂസ് കൺട്രോൾ എനേബിൾഡ് ആയിട്ടുള്ളൂ. വണ്ടി ഇപ്പോഴും ക്രൂസ് കൺട്രോൾ ആയിട്ടില്ല. വൺസ് നിങ്ങളൊരു സ്പീഡ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ലെറ്റ്സ് 40 പോകേണ്ടതെങ്കിൽ നിങ്ങൾ നേരെ പ്ലസിൻ്റെ അപ്പുറത്ത് ഒരു ബട്ടൺ ഉണ്ട്, മൈനസ് ഉണ്ട്, അത് പുള്ള് ചെയ്യുക. അപ്പോൾ ഏത് സ്പീഡിലാണോ പോണേ അത് ആക്ടിവേറ്റ് ആവും. ഈ ഒരു ബട്ടണിൽ തന്നെ, അതായത് ഹസാറിൻ്റെ ഇപ്പുറത്തുള്ള ബട്ടണിൽ തന്നെ ഞെക്കുക, അപ്പോൾ എക്സിറ്റ് ആവും. ഓക്കെ, ഈ ഒരു സ്പീഡ് പിടിക്കാം 38. ക്രൂസ് കൺട്രോൾ മഞ്ഞ കത്തി. ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൈനസ് പിടിച്ച് വലിക്കുക. സി കണ്ടോ, അപ്പോൾ വണ്ടി ക്രൂസ് കൺട്രോളാണ് പോണേ. ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാവ്, ഇപ്പോൾ ക്രൂസ് കൺട്രോളിൽ നിന്ന് എക്സിറ്റ് ആയി. അതായത് ഈ ബട്ടൺ ഞെക്കുമ്പോൾ വീണ്ടും നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് ആക്സിലേഷൻ കൊടുക്കുകയാണെങ്കിൽ വണ്ടി എത്രയാണോ ക്രൂസ് കൺട്രോൾ ഇട്ടേ അതിൻ്റെ താഴത്തേക്ക് പോവില്ല. അതായത് നിങ്ങൾ കൈ കൊടുത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ മേളിലേക്ക് വെക്കോളും, പക്ഷേ അതിൻ്റെ താഴത്തേക്ക് വണ്ടി പോവില്ല. അതായത് 40 വന്ന വണ്ടി കിടക്കുള്ളൂ, അത് ശ്രദ്ധിക്കുക. ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്തു, എനേബിൾ ചെയ്തു, അതായത് മഞ്ഞ. ഇനി നമുക്ക് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യണം, അതായത് വലിക്കുക. യെസ്, 42 ആക്ടിവേറ്റ് ആണ്. ഇനി ഞാൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോട്ടോ മേലെ പോവും, പക്ഷേ
42 താഴെ പോവില്ല. കണ്ടോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 42 താഴെ ഇപ്പോഴും വന്ന് നിൽക്കും. ഇതിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ മൈനസ് ആക്കിയിട്ട് സ്പീഡ് കുറയ്ക്കുക. കണ്ടോ, 41, 40, 39 അങ്ങനെ സ്പീഡ് കുറയ്ക്കുക. അല്ലെങ്കിൽ പ്ലസ് ആക്കിയിട്ട് കൂട്ടുക, 40, 41 അങ്ങനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രൂസ് കൺട്രോളിൽ ബട്ടൺ പിടിച്ച് നിൽക്കാൻ മതി. അപ്പോൾ എക്സിറ്റ് ആവും. കണ്ടോ, നൈസ് ഫീച്ചർ കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് ഹൈവേയിലൊക്കെ യൂസ് ചെയ്യാനുണ്ടല്ലോ, നപ്പായിരിക്കും. ഞാൻ ഇവിടെ അഡാറ് മുതൽ കാണിച്ചു കേട്ടോ. പോർഷെ കയൻ, എസ് ക്ലാസ്, ലാൻഡ് ക്രൂസർ, V8 ആണ്. ഒരു ഹമ്മറും കിടക്കുന്നുണ്ട് കേട്ടോ. ഹമ്മറിൻ്റെ ഇതിൻ്റെ സൈസ് നോക്കിയേ. ഓ മാൻ, പൊളി. സോ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം, വണ്ടിക്കൊന്ന് മാറ്റങ്ങളൊന്ന് പറയാമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.